ഷർറുൻ വ ഖൈറുൻ, തിന്മയും നന്മയും. അബുൽ അത്താഹിയ എഴുതിയൊരു കവിതയാണിത്. ഷർറുൽ മഖാലിൽ കദിബു, സംസാരങ്ങളിൽ ഏറ്റവും മോശമായത് കളവാണ്. ഖൈറുൽ ഖിസാലിൽ അദബു, ഏറ്റവും നല്ല സ്വഭാവം അദബാണ്, സംസ്കാരമാണ്, മര്യാദയാണ്. അൽ ബുഖ്ലു ഐബുൻ ഫാലിഹുൻ, പിശുക്ക് വ്യക്തമായ പ്രകടമായ ഐബാണ്, ന്യൂനതയാണ്. വൽ ജൂദു സിത്റുൻ സാലിഹുൻ, ഔദാര്യം വളരെ നല്ല ഒരു മറയാണ്. അൽ അഖ്ലു ഖാലിൻ ആദിലു, ബുദ്ധി നീതിമാനായ ഒരു ഖാലിയാണ്, ന്യായാധിപനാണ്. വൽ ഉജ്ബു ദാഉൻ ഖാതിലു, വഞ്ചന എന്ന് പറയുന്നത് അത് ഒരു കൊല്ലുന്ന രോഗമാണ്. അൽ ഉംറു ലൈഫുൻ റാഹിലു, പ്രായം പോയിക്കളയുന്ന കടന്നുപോയി കളയുന്ന ഒരു അതിഥിയാണ്. വൽമാലു ലില്ലുൻ സായിലു, അതേപോലെ ധനം നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബുൻ, നന്മ ചെയ്യൽ സ്നേഹിക്കപ്പെടുന്നതിന് കാരണമാകും. ഇന്നൽ ബഖീല ലാ യുഹബ്, എന്നാൽ പിശുക്കൻ ഒരിക്കലും സ്നേഹിക്കപ്പെടുകയില്ല. പിശുക്കനെ ആരും സ്നേഹിക്കുകയില്ല, നന്മ ചെയ്യുന്നവരെ എല്ലാവരും സ്നേഹിക്കും. ത്വഹാറത്തുൽ അഖ്ലാഖി മിൻ കറമിൽ ആറാഖി, ത്വഹാറത്തുൽ അഖ്ലാഖി, നല്ല സ്വഭാവം, സൽ സ്വഭാവം, അത് മിൻ കറമിൽ ആറാഖി, നല്ല അടിത്തറയിൽ നിന്നും വരുന്നതാണ്, നല്ല പാരമ്പര്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അൽ കദിബു വ നമീമത്തു, കളവും ഏഷണിയും, വൽ ഗദ്റു വഞ്ചനയും, ശർറു ശിയമത്തിൻ, ഏറ്റവും മോശമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. തഅന്നഫിൽ ഉമൂരി, കാര്യങ്ങളിൽ സമയമെടുത്ത് ചെയ്യുക. ലാ സിയ്യമ സുറൂരി, പ്രത്യേകിച്ചും സന്തോഷമുള്ള കാര്യങ്ങളിൽ, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ. വഅജൽ ഇലൽ ഖൈറാത്തി, നന്മകൾ ചെയ്യുന്നതിൽ ധൃതി കൂട്ടുക, ധൃതി കൂട്ടിക്കൊണ്ട് നന്മകൾ, അതായത് നന്മകൾ ചെയ്യാൻ ധൃതി കൂട്ടുക. മിൻ ഹദരിൽ ഫവാത്തി, സമയം നഷ്ടപ്പെടുന്ന, അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പേടിച്ചുകൊണ്ട്. നന്മകൾ വേഗം ചെയ്ത് തീർക്കുക, വേഗം ചെയ്യുക നന്മകൾ, അല്ലെങ്കിൽ പിന്നീട് നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ധൃതി കൂട്ടുക. ഇതാണ് അബുൽ അത്താഹിയ എഴുതിയ കവിത. അത്താരിഫ് ബിഷായർ, അബുൽ അത്താഹിയ ഹുവ ഷായറുൻ അറബിയുൻ, അദ്ദേഹം ഒരു അറബി കവിയാണ്. ആഷഫിൽ അസുരിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച. വലിദ ഫി ഐനുത്തമ്രി, അദ്ദേഹം ഐനുത്തമ്രിൽ ജനിച്ചു. മിനൽ ഇറാഖ്, ഇറാഖിലെ ഐനുത്തമ്രിൽ. സനത്ത സബഅത്തിൻ വ അർബഈന മീലാദിയ, 747 ഹിജ്റ 130. ഇസ്മുഹു അൽ ഹഖീഖിയു, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഹുവ ഇസ്മാഈൽ ഇബ്നുൽ ഖാസിം ഇബ്നു സുവൈദ് എന്നാണ്. ഇൻതഖല ഇലാ ബഗ്ദാദ്, അദ്ദേഹം ഐനുത്തമ്രിൽ നിന്നും പിന്നീട് ബഗ്ദാദിലേക്ക് പോയി. വഅമില ഫീ ഖിദ്മത്തിൽ ഖലീഫത്തുൽ മഹ്ദി, അബ്ബാസി ഖലീഫയായ അൽ മഹ്ദിയുടെ സേവനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു, അൽ മഹ്ദിയെ സേവിച്ചു. ലാക്കിന്നഹു, പക്ഷേ അദ്ദേഹം മാല ഇലാ ഹയാത്തി സുഹ്ദി, വിരക്തിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. അധികകാലം മഹ്ദിയെ സേവിച്ചുകൊണ്ട് കവിയായി തുടർന്നില്ല, പിന്നീട് വിരക്തനായി മാറി. അതായത് ഇബ്തഅദ അനിൽ മലാഹിരി ദുനിയവിയ, ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഒരു വിരക്തമായ ജീവിതം നയിച്ചു. പിന്നീട് തമയ്യസു ശിഅറുഹു, അദ്ദേഹത്തിന്റെ കവിത സവിശേഷമാണ്. ബിസുഹ്ദി, വിരക്തി കൊണ്ടും, വൽ ഹിക്മത്തി, തത്വജ്ഞാനങ്ങൾ കൊണ്ടും. വതുവഫിയ ബിഫി ബഗ്ദാദ്, ബഗ്ദാദിൽ അദ്ദേഹം മരണപ്പെട്ടു 826 ഹിജ്റ 211. ഫിക്രത്ത് ഷെയർ, ഈ കവിതയിലെ ആശയങ്ങൾ ഓരോ വരിയുടെയും അർത്ഥങ്ങളായിട്ട് പറയുകയാണ്. അൽ കദിബു ഹുവ അസ്വഉ മാ യുഖാലു, പറയപ്പെടുന്നതിൽ ഏറ്റവും മോശമായതാണ് കളവ്. ബൈനമൽ അദബു, എന്നാൽ സംസ്കാരം, മര്യാദ എന്ന് പറയുന്നത് ഹുവ അഫ്ളലു മാ യത്തസിഫു ബിഹി അൽ ഇൻസാനു, മനുഷ്യനുള്ള ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണമാണ് സംസ്കാരമുള്ളവനാവുക എന്നത്. അൽ ബുഖ്ലു സിഫത്തുൻ മക്റൂഹത്തുൻ, പിശുക്ക് വെറുക്കപ്പെടേണ്ട ഒരു ഗുണമാണ്. തക്ഷിഫു ഉയൂബ സാഹിബിഹി, ആ ബുഖ്ൽ എന്ത് ചെയ്യും? തുക്ഷഫു ഉയൂബു സാഹിബിഹി, അതിൻ്റെ പിശുക്കുള്ളയാളുടെ ന്യൂനതകൾ അതുകൊണ്ട് വെളിവാകും. എന്നാൽ അൽ കറമു, അമൽ കറമു, എന്നാൽ ഔദാര്യം, ഫഹുവ സിഫത്തുൻ ജയ്യിദത്തുൻ, അത് നല്ലൊരു ഗുണമാണ്. തസ്തുറു ഉയൂബഹു, അവൻ്റെ ഐബുകളെ, അവൻ്റെ ന്യൂനതകളെ അത് മറച്ചു വെക്കും.
ഔദാര്യവാനായ ഒരാളാണെങ്കിൽ അത് അയാളുടെ ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ ജനങ്ങൾ മറക്കും. എന്നാൽ പിശുക്കനായ ആളാണെങ്കിലോ അയാളുടെ ചെറിയ ന്യൂനത പോലും ജനങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്യും. അൽ അഖലു യഹ്കുമു ബിൽ അദ്ലി, ബുദ്ധി നീതിയോടെ വിധിക്കുന്നു. വയുവാസിനുൽ ഉമൂർ, കാര്യങ്ങളെ കൃത്യമായി കാണുന്നു. അമ്മൽ ഗുറൂർ, എന്നാൽ വഞ്ചന ഫഹുവ മറദുൻ, അതൊരു രോഗമാണ്. ഖദ് യുവദ്ദി ഇലൽ ഹലാക്കി, അത് നാശത്തിലേക്ക് നയിച്ചേക്കാം. അൽ ഹയാത്തു ഖസീറത്തുൻ, ജീവിതം വളരെ ചെറുതാണ്, വളരെ ദൈർഘ്യം കുറഞ്ഞതാണ്. വസരീഅത്തു സാവിലി, പെട്ടെന്ന് പോയി കളയുന്നതാണ് ജീവിതം. കലൈഫിൻ യുഗാദിറു, പോയി കളയുന്ന, നമ്മെ വിട്ടുപോകുന്ന ഒരു അതിഥിയെ പോലെയാണ് ജീവിതം. ഉംർ കുറവാണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വിശദീകരണമാണ്. ഉംർ ലൈഫിനെ പോലെയാണെന്ന് പറഞ്ഞതിന്റെ. വൽമാലു, ധനം, ഐലൻ വൽമാലു ഐലൻ, ധനവും അതേപോലെ തന്നെ ലാ യദൂമു, നിലനിൽക്കുകയില്ല. മിഥിലൽ ലില്ലദി യഖ്തഫി, മറഞ്ഞു പോകുന്ന തണലിനെ പോലെ ധനവും നിലനിൽക്കുകയില്ല. ഫിഅലുൽ ഖൈരി യൽഅബു യജ്ലിബുൽ മഹബ്ബത്ത്, നന്മ ചെയ്യൽ സ്നേഹം കൊണ്ടുവരും, നന്മ ചെയ്യുന്നവരെ എല്ലാവരും സ്നേഹിക്കും. അമ്മ ഷഖ്സുൽ ബഖീലു, എന്നാൽ പിശുക്കനോ ഫലാ യുഹിബ്ബുഹു അന്നാസു, ജനങ്ങൾ അവനെ സ്നേഹിക്കുകയില്ല. അൽ അഖ്ലാഖുൽ ഹമീദത്തു, സൽ സ്വഭാവങ്ങൾ തഅ്തി മിനൽ അസ്ലിൽ കരീമി, നല്ല കരീമായ മാന്യമായ അസ്ലിൽ നിന്നും, അടിത്തറയിൽ നിന്നും വരുന്നതാണ്. വന്നസബി ത്വയ്യിബി, നല്ല പാരമ്പര്യത്തിൽ നിന്നും വരുന്നതാണ്. വമിനത്ത് തഖ്വ വ തർബിയത്തി സാലിഹത്തി, നല്ല വളർച്ചയിൽ നിന്നും തഖ്വയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇത് അൽ അഖ്ലാഖുൽ ഹമീദ, സൽ സ്വഭാവങ്ങൾ. അൽ കദിബു വൻ നമീമത്തു, കളവും ഏഷണിയും, വൽ ഖിയാനത്തു, വഞ്ചനയുമൊക്കെ ഹിയ ആദാത്തുൻ സയ്യിഅത്തുൻ, വളരെ മോശമായ രീതികളാണ്, മോശമായ ശീലങ്ങളാണ്. തദുല്ലു അലാ ഫസാദിൽ അഖ്ലാഖി, ഇവയൊക്കെ സ്വഭാവം മോശമാകുന്നതിനെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ ഉണ്ടെങ്കിൽ, കദിബും നമീമത്തും ഖിയാനത്തും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവൻ മോശമായ സ്വഭാവത്തിനുടമയാണ് എന്ന് അറിയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തഅന്ന ഫീ കുല്ലി ഉമൂരിൻ, എല്ലാ കാര്യത്തിലും സമയമെടുത്ത് ചെയ്യുക. ഖുസൂസൻ, പ്രത്യേകിച്ചും എന്തമായ തഅല്ലഖുൽ അംറു ബിൽ ഫറഹി വസ്സഅദത്തി, സന്തോഷത്തിന്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെയോ സാരിഉ ഫിഅലിൽ ഖൈരി, നന്മ ചെയ്യുന്നതിൽ ധൃതി കൂട്ടുക. ഖൗഫൻ, പേടിച്ചുകൊണ്ട്, മിൻ ളിയാഇൽ ഫുറസിൻ സമീനത്തി, വിലപിടിച്ച അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ ധൃതി കൂട്ടുക. അജിബനിൽ അസ്ലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മാഹുവ ഷറുൽ മക്കാലി, പറയപ്പെടുന്നതിൽ, സംസാരത്തിൽ ഏറ്റവും മോശമായത് എന്താണ്? ഷറുൽ മക്കാലി കദിബുൻ, കളവാണ്. മാഹുവ ഖൈറുൽ ഹിസാലി, ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? അസ്സഖാഫത്തു ഖൈറുൽ ഹിസാലി, അല്ലെങ്കിൽ അൽ അദബു ഖൈറുൽ ഹിസാലി. മാഹുവ അസ്സിത്റു സാലിഹു ഫി റഅയി ഷാഇരി, കവിയുടെ ഭാവനയിൽ, കവിയുടെ വീക്ഷണത്തിൽ നല്ല ഒരു മറ എന്താണത്? നല്ല മറ എന്ന് കവിയെ കൊണ്ട് ഇവിടെ പറഞ്ഞത് അൽ ജൂദാണ് അല്ലേ? അൽ ജൂദു വൽ ജൂദു സിത്റുൻ സാലിഹുൻ, നല്ല മറയാണ്. പിന്നെ മാദാ യുഅ്തബറു അൽ ബുഖുൽ ഫി ഹാദിഹിൽ ഖസീദത്തി, ഈ കവിതയിൽ ബുഖുൽ എന്തായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്? അൽ ബുഖുലു ഐബുൻ ഫാലിഹുൻ, വ്യക്തമായ പ്രകടമായ ഒരു ന്യൂനത ആയിക്കൊണ്ടാണ് അല്ലെ. യുഅ്തബറുൽ ബുഖുൽ ഫി ഹാദിഹിൽ ഖസീദത്തി ഐബൻ ഫാലിഹൻ, വ്യക്തമായൊരു ന്യൂനതയായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നു. മാഹുവൽ അഖ്ലു ഫി റഅയി ഷാഇരി, കവിയുടെ അഭിപ്രായത്തിൽ അഖ്ൽ, ബുദ്ധി എന്താണ്? അൽ അഖ്ലു ഫി റഅയി ഷാഇരി, ഫി റഅയി ഷാഇരി ആരാണ്? ഖാലിൻ ആദിലുൻ അല്ലെ, നീതിമാനായ ഒരു ഖാദിയാണ്. ബിമാദാ യുശബ്ബിഹു ഷാഇറു അൽ ഉംറ ഫിൽ ഖസീദത്തി, കവി ഇതിൽ പ്രായത്തെ ഈ കവിതയിൽ എന്തിനോടാണ് ഉപമിക്കുന്നത്? യുശബ്ബിഹു ഷാഇറു അൽ ഉംറ ഫിൽ ഖസീദത്തി ബിൽ ലൈഫി, ലൈഫിനോടാണ് ഉപമിക്കുന്നത്, അതിഥിയോടാണ് ഉപമിക്കുന്നത്. ബിൽ ലൈഫ് റാഹിലി, അങ്ങനെ തന്നെയായിരുന്നു, കടന്നുപോയി കളയുന്ന, നമ്മെ വിട്ടുപോയി കളയുന്ന അതിഥിയോടാണ് ഉപമിക്കുന്നത്. മാതാ കാല ഷായർ അനിൽ മാലി ഫി ഹാദിഹിൽ ഖസീദത്തി, ഈ കവിതയിൽ ഷായർ ധനത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കാല ഷായർ അനിൽ മാലി ഫി ഹാദിഹിൽ ഖസീറത്തി ബി അന്നൽ മാല മിസ്ല ലില്ലിൻ യഖ്തഫി, മറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ മിസ്ല ലില്ലിൻ സായിലിൻ, നീങ്ങിപ്പോകുന്ന ലില്ലിനെ പോലെയാണ്, തണലിനെ പോലെയാണ് എന്നാണ് പറഞ്ഞത്. കൈഫ യൻദുറു ഷായിറു ഇലാ തഹാറത്തിൽ അഖ്ലാഖി, സൽസ്വഭാവത്തിനെ ഷായർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? യൻദുറു ഷായിറു ഇലാ തഹാറത്തിൽ അഖ്ലാഖി
അനഹ തഅതി മിനൽ അസ്ലിൽ കരീമി വൻ നസബി ത്വയ്യിബി, നല്ല പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ് എന്നാണ് ഇദ്ദേഹം നോക്കി കാണുന്നത്. പിന്നെ ലിമാദാ യജിബു അലൈന അൻ നുഅജ്ജില ഇലൽ ഖൈറാത്തി, നന്മകൾ ചെയ്യുന്നതിൽ ധൃതി കൂട്ടണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ധൃതി കൂട്ടൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്? ലി അന്ന അൽ ഫുറസ സതളിഉ, കാരണം അവസരങ്ങൾ നഷ്ടപ്പെടും. ഇനി ഹാത്തിൽ മുഫ്രദ് ലിമയത്തി, താഴെയുള്ളവയ്ക്ക് മുഫ്രദ് കൊണ്ടുവരണം. ഉമൂർ അമ്ര, കാര്യങ്ങൾ. അസ്ബാബ്, കാരണങ്ങൾ, സബബ്. ഉയൂബ്, ന്യൂനതകൾ, ഐബ്. ആദാത്ത്, ശീലങ്ങൾ, പതിവുകൾ, ആദത്ത്. അഷ്ഖാസ്, വ്യക്തികൾ, ഷഖ്സ്, വ്യക്തി. പിന്നെ ജമ, ലൈഫ്, അതിഥി, ലുയൂഫ്, അതിഥികൾ. മാലുൻ, ധനം, അംവാൽ, ധനങ്ങൾ. ഖുലുഖുൻ, സ്വഭാവം, അഖ്ലാഖ്, സ്വഭാവങ്ങൾ. അഖലുൻ, ബുദ്ധി, അഖലുൻ, ഉഖൂലുൻ. ഖൈറുൻ, നന്മ, ഖൈറാത്ത്. ഹാത്തിൽ ലിദ്, ഓപ്പോസിറ്റ് വേർഡ്സ്. ബുഖ്ൽ, പിശുക്ക്, ജൂദ്, ഔദാര്യം. ഷർറുൻ, തിന്മ. ഖൈറുൻ, നന്മ. ആദിലുൻ, നീതിമാൻ. ലാലിമുൻ, അനീതിമാൻ അല്ലെങ്കിൽ അക്രമി. കദിബുൻ, കളവ്. ഹക്കുൻ, സത്യം. ദാഉൻ, രോഗം. സിഹത്തുൻ, ആരോഗ്യം. ഷിഫാഉൻ, ശമനം എന്ന് പറയും. ഇംലയിൽ ഫറാബിൽ കലിമാത്തിൽ മുനാസിബ്, അനുയോജ്യമായ വാക്കുകൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. അൽ മാലു ലില്ലുൻ സായിലുൻ, നീങ്ങിപ്പോകുന്ന തണലാണ് ധനം. അൽ അഖ്ലു ഖാലിൻ ആദിലുൻ. അൽ ജൂദ് സിത്റുൻ സ്വാലിഹുൻ. അൽ ബുഖ്ലു ഐബുൻ ഫാലിഹുൻ. അൽ ഉംറു ലൈഫുൻ റാഹിലുൻ. അൽ ഉജ്ബു ദാഉൻ ഖാതിലുൻ. മുലാഹിദ, അസ്മാഉൽ ഇഷാറത്ത് ഫിൽ ജുംല, അസ്മാഉൽ ഇഷാറത്ത് ഈ ജുംലകളിലുണ്ട്. ഏതൊക്കെയാണ് അസ്മാഉൽ ഇഷാറത്ത്? ഹാദാ, ഹാദിഹി, ഹാദാനി, ഹാതാനി, ഹഉലായി, ഉലൈക, ദാലിക, തിൽക. ഇവയൊക്കെയാണ് അസ്മാഉൽ ഇഷാറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാദ എന്നാൽ ഇത്, ഹാദിഹി എന്നാലും ഇത്. ഹാദ എന്നത് മുദക്കറും ഹാദിഹി എന്നത് മുഅന്നസുമാണ്. ഹാദാനി എന്നത് ഇവ രണ്ടെണ്ണം, അതാണ് ഹാദാനി. അടുത്തത് ഹാത്താനി, അതും ഇവ രണ്ടെണ്ണം. പക്ഷേ ഹാദാനി എന്നത് മുദക്കറും ഹാത്താനി എന്നത് മുഅന്നസുമാണ്. ഹൗലായി, ഇവർ അല്ലെങ്കിൽ ഇവ, അത് മുദക്കറാണ്. ഉലായിക്ക, അവർ, അവ, അത്. ഹൗലായി, ഉലായിക്ക എന്നത് മുദക്കറായിട്ടും മുഅന്നസായിട്ടും ഉപയോഗിക്കും. ഓക്കെ. ഹൗലായി എന്നാൽ ഇവർ എന്ന്, ഇവർ എന്നത് സ്ത്രീകളോടൊപ്പവും പിന്നെ പുരുഷന്മാരോടൊപ്പവും ഉപയോഗിക്കും. ഉലായിക്ക എന്നത് അവർ, അതും അതേപോലെ തന്നെ സ്ത്രീകളോടൊപ്പവും പുരുഷന്മാരോടൊപ്പവും ഉപയോഗിക്കും. പിന്നെ ദാലിക, അത് എന്നത് മുദക്കറാണ്. തിൽക്ക, അത് മുഅന്നസാണ്. ഉദാഹരണങ്ങൾ നോക്കാം. ഹാദ കിതാബ് ലോത്തിൽ അറബിയ, ഇത് അറബി പുസ്തകമാണ്. കിതാബ് മുദക്കറായതുകൊണ്ട് ഹാദ വെച്ചു. ഇനി ഹാദിഹി സയ്യാറത്തുൻ ജദീദത്തുൻ, ഇതൊരു പുതിയ കാറാണ്. സയ്യാറത്ത് മുഅന്നസായതുകൊണ്ട് ഹാദിഹി. ഇനി ഹാദാനി ത്വാലിബാനി ജദീദാനി ഫി സഫിന, ഇവർ നമ്മുടെ ക്ലാസ്സിലെ പുതിയ വിദ്യാർത്ഥികളാണ്. ഇവർ രണ്ടുപേര്. ഹാദാനി. ത്വാലിബാനി മുദക്കറായതുകൊണ്ട് ഹാദാനി. ഹാത്താനിൽ ഫതാത്താനി ദക്കിയത്താനി, ഈ രണ്ട് യുവതികൾ ബുദ്ധിമതികളാണ്. ഫതാത്താനി മുഅന്നസാണ്, അതുകൊണ്ട് ഹാത്താനി. അൽഖൈതു തഹിയത്ത അല ഹാദൈനി ശഖ്സിയൈനി, ഹാദൈനി ശഖ്സൈനി, ഈ രണ്ട് വ്യക്തികളെ ഞാൻ അഭിവാദ്യം ചെയ്തു. അല ഹാദൈനി, ഇവിടെ ഹാദാനി എന്നുള്ളതിന്റെ മുമ്പിൽ അല വന്നു. ഒരു വാക്കിന്റെ മുമ്പിൽ, ഒരു ഇസ്മിന്റെ മുമ്പിൽ അല വന്നാൽ ആ ഇസ്മിന് ജർ ചെയ്യണം. എങ്ങനെയാണ് ജർ ചെയ്യുക? സാധാരണഗതിയിൽ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിക്കൊണ്ടാണ് ജർ ചെയ്യുക. ഇവിടെ ഹാദാനി എന്ന വാക്കിന്റെ മുമ്പിൽ അല വന്നാൽ ജർ ചെയ്യണം. എങ്ങനെ ജർ ചെയ്യും? ഹാദാനി എന്നത് മാറിയിട്ട് ഹാദൈനി എന്നാകും. അങ്ങനെയാണ് ജർ ചെയ്യുക. ഇനി സഅൽതു ഹാതൈനി ത്വാലിബത്തൈനി, ഈ രണ്ട് വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചു. ത്വാലിബത്തൈനി മുഅന്നസായതുകൊണ്ട് ഹാതൈനി വന്നു. ഇവിടെയും സഅൽതു ഹാതൈനി എന്നത് നസ്ബിന്റെ സ്ഥാനത്താണ്. കാരണം ഹാതൈനി അവിടെ മഫ്ഊൽ ബിഹിയാണ്. അപ്പോൾ നസ്ബിന്റെ സ്ഥാനത്താണെങ്കിലും ഹാത്താനി എന്ന് പറയുകയില്ല, ഹാതൈനി എന്നാണ് പറയുക. ഹഉലാഇ തുല്ലാബു മുജ്തഹിദൂന, ഈ വിദ്യാർത്ഥികൾ കഠിനാധ്വാനികളാണ്. ഉലായിക്കൽ മുസാരിഊന മിൻ ഖറിയത്തി, ആ കർഷകർ എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ഹൗലായി, ഈ വിദ്യാർത്ഥികൾ. ഉലായിക്ക, ആ കർഷകർ. ദാലിക്കൽ ബൈത്തുൽ കബീറു ലിജാരിന, ആ വലിയ വീട് ഞങ്ങളുടെ അയൽവാസിയുടേതാണ്. തുൽക്കൽ കുല്ലിയത്തു മഷഹൂറത്തുൻ ഫി കേരള, ആ കോളേജ് കേരളത്തിൽ ഫേമസ് ആണ്. ഓക്കെ. അക്മിൽ ബിൽ അസ്മാഇൽ ഇഷാറത്തുൽ മുനാസിബ, അനുയോജ്യമായ ഇസ്മിൽ ഇഷാറ വെക്കണം. ഹാദ തിഫ്ലു ദക്കിയുൻ, ഈ കുട്ടി ബുദ്ധിമാനാണ്. ഹാദാനി ത്വാലിബാനി ഫി ഖിസ്മിന, ഈ രണ്ട് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഹാത്താനിൽ ബിന്ദാനി സ്വദിയക്കത്താനി, ഈ രണ്ട് പെൺകുട്ടികളും കൂട്ടുകാരികളാണ്. ഹാദിഹി ഫിക്രത്തുൻ ജയ്ദത്തുൻ, ഇതൊരു നല്ല ഐഡിയ ആണ്.
പിന്നെ ഡേഷ് അൽ അസ്തിക ഹഉല അൽ അസ്തിക യുഹിബ്ബൂന അൽ അമാനത, ഈ കൂട്ടുകാർ വിശ്വസ്തത ഇഷ്ടപ്പെടുന്നു. വേണമെങ്കിൽ ഉലായിക്ക എന്നും പറയാം. അടുത്തതും അതേപോലെ ഹൗലായി അല്ലെങ്കിൽ ഉലായിക്ക, ഈ എന്നാണെങ്കിൽ ഹൗലായി, ആ എന്നാണെങ്കിൽ ഹുലായിക്ക. ഉലായിക്കത്തുല്ലാബു, ആ വിദ്യാർത്ഥികൾ മുജ്തഹിദൂന ഫീ ദിറാസതിഹിം, അവരുടെ പഠനത്തിൽ കഠിനാധ്വാനികളാണ്. ഖുൽതുലി ഹാദൈനി ലാമിലൈനി, ഈ രണ്ട് തൊഴിലാളികളോട് ഞാൻ സംസാരിച്ചു, ഞാൻ പറഞ്ഞു. റഅയ്തു ഹാത്തൈനി ത്വാലിബത്തൈനി, ഈ രണ്ട് വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടു. ഹാദൽ ബൈത്തുൽ ഖദീമുൻ, ഈ വീട് പഴയതാണ്. ലാക്കിന്നഹു ജമീലുൻ, എന്നാൽ അത് ഭംഗിയുള്ളതാണ്. ഹാദിഹി സിയാറത്തും മസ്നൂഅത്തും ഫി യാബാൻ, ഈ കാറ് ജപ്പാനിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അൽ അൻഷിത്തത്തുൽ മുസാഹബത്തു ഇഷ്റഹ ഹാദൈനിൽ ബൈത്തൈനി, ഈ രണ്ട് ബൈത്തുകൾ വിശദീകരിക്കണം. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉൻബിക അൻ തഫ്സീലിഹാ ബി ബയാനി, സഹോദര 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ അറിവ് ലഭിക്കുകയില്ല. അതേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദക്കാഉം വഹിർസും വജ്തിഹാദും വബുലുഗത്തുൻ വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി. ദക്കാഉൻ, ഒന്ന് ബുദ്ധി വേണം, എന്നാൽ ഇൽമു വരൂ. വഹിർസുൻ, ആഗ്രഹം, ഇൽമു നേടിയേ തീരൂ എന്ന അതിയായ ആഗ്രഹം വേണം. വജ്തിഹാദുൻ, ഇതൊക്കെ ഉണ്ടായാൽ പോരാ, കഠിനാധ്വാനം വേണം. വബുലുഗത്തുൻ, എന്തുണ്ടായിട്ടും പണമില്ലെങ്കിൽ കാര്യമില്ല. ബുലുഗത്ത് മീൻസ് അത്യാവശ്യത്തിനുള്ള ചെലവിനുള്ള സമ്പത്ത്. വസുഹ്ബത്ത് ഉസ്താദിൻ, ഒരു അധ്യാപകന്റെ കൂട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടി. വതൂലു സമാനിൻ, ദീർഘമായ കാലവും വേണം. എന്നാൽ ഇതൊക്കെ ഒരുമിച്ച് കൂടിയാൽ ഇൽമ വരും. ഇതാൽ ഇമാം ഷാഫി എഴുതിയ ഒരു കവിതയുടെ ഭാഗമാണ്. ഓക്കെ.